ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ വൻ പൊരുത്തക്കേടെന്ന് ഹൈക്കോടതി. ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ട്യാ ഗുരുതരമായ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത 2 കോടി തിരിച്ചടച്ചില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെ, GST ഇനത്തിൽ റിട്ടേണിൽ വൻ കുറവ്, കേബിളിംഗ് വർക്കുകൾ മുതൽ കിടക്ക വാങ്ങിയതിലും പ്രസാദ വിതരണത്തിലും പോലും ക്രമക്കേടുകൾ. ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ ഭക്ത സംഗമവും അന്വേഷണത്തിന്റെ പരിധികളിലേക്ക് വരികയാണ്. അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ വൻ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തുന്നത്. എന്തെല്ലാം ക്രമക്കേടുകളാണ് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയിരിക്കുന്നത്? രോഹിണി, അയ്യപ്പ സംഗമം നടന്നപ്പോൾ തന്നെ ഈ ദേവസ്വം ബോർഡും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം അവകാശപ്പെട്ടിരുന്നത് ഇത് ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ചല്ല ചെയ്യുന്നത്, ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള സ്പോൺസർഷിപ്പുകൾ വാങ്ങിയിട്ട് അതിനനുസൃതമായി ആ പണം കൊണ്ടാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അവകാശവാദം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മനസ്സിലായി 2 കോടി രൂപ ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ഈ സ്പോൺസർഷിപ്പ് തുക ലഭിക്കുന്ന മുറയ്ക്ക് അത് തിരിച്ചടയ്ക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ തുക തിരിച്ചടച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. അതായത് ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി നടത്തിയത്. അത് പണം തിരികെ അടച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം തന്നെ അടിമുടി വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഈ അയ്യപ്പ സംഗമത്തിനെത്തിയ ഭക്തർക്ക്, ഈ അയ്യപ്പ സംഗമത്തിനെത്തിയ ആളുകൾക്ക് അവിടെ എത്തിയ അവർക്ക് വേണ്ടി ഒരു കോംപ്ലിമെന്റ് എന്നുള്ള നിലയ്ക്ക് ചില വഴിപാട് സാധനങ്ങൾ, അതായത് ഈ അരവണ അടക്കമുള്ള സാധനങ്ങൾ നൽകിയിരുന്നു. ഏതാണ്ട് 4000 രൂപയടങ്ങുന്ന ഒരു കിറ്റാണ് നൽകിയിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കണക്കുകളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരിക്കലും അത് ഫ്രീ ആയി നൽകാവുന്ന കാര്യമല്ല. കാരണം അതെല്ലാം മൂല്യമുള്ള വസ്തുക്കളാണ്. അത് വിൽപ്പന നടത്തുന്ന, ഈ വഴിപാട് സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രേഖപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം. അതുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള രേഖപ്പെടുത്തലുകളും കണക്കുകളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ. അത് തന്നെ ഏതാണ്ട് കോടികളുടെ ഇടപാടുകൾ വരുന്ന ഒന്ന് തന്നെയാണ്. മറ്റൊന്ന്, ഈ ബില്ലുകളും സാധനങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകളുണ്ട്. ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് എന്നുള്ളതാണ്. അതായത് ഈ പമ്പാ നദിക്കരയിലാണ് ഈ അയ്യപ്പ സംഗമം കൊട്ടിഘോഷിച്ച് നടത്തിയത്. വലിയ സൗകര്യങ്ങൾ, അതായത് ശീതീകരിച്ച വലിയ പന്തൽ അടക്കം സജ്ജമാക്കിക്കൊണ്ട് ഒരു സ്റ്റാർ പശ്ചാത്തലത്തിൽ, ഒരു സ്റ്റാർ നിലവാരത്തിലായിരുന്നു ആ പന്തലെല്ലാം ഒരുക്കിയിരുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള താമസ സൗകര്യങ്ങളും പലയിടത്തായി ഒരുക്കിയിരുന്നു. സ്റ്റാർ ഹോട്ടലുകളിൽ അതിഥികൾക്ക്, കുമരക അടക്കമുള്ള ഹോട്ടലുകളിൽ അവർക്ക് താമസ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനം, ഈ പന്തലടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊട്ടേഷൻ നൽകാതെ, അതായത് കരാർ വിളിക്കാതെയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. മറ്റൊന്ന്, ദേവസ്വം ബോർഡിൽ നിന്നും എടുത്തിട്ട് 2 കോടി തിരിച്ചടച്ചില്ല, നേരത്തെ പറഞ്ഞ കാര്യമായിരുന്നു. മറ്റൊന്ന്, 150 കിടക്കകൾ വാങ്ങിയിരുന്നു ഇവർക്ക് താമസിക്കുന്നതിന് വേണ്ടി. അതിൽ 50 കിടക്കകൾ കാണാനില്ല എന്നുള്ളതാണ്. അതിനർത്ഥം ഒന്നെങ്കിൽ 100 എണ്ണമേ വാങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 50 എണ്ണം മറിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഒരു വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണമിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രഥമ ദൃഷ്ടി നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇതിലുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന്, ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു കോടതി. ഒപ്പം തന്നെ മറ്റു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് GST ഇനത്തിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ഇൻപുട്ട് ക്രെഡിറ്റിന് അത്തരമൊരു സാധ്യതയുണ്ട്. ഇൻപുട്ട് ക്രെഡിറ്റിന് ബോർഡിന് അർഹതയുള്ളത് 1.07 കോടി രൂപയ്ക്കാണ്. പക്ഷേ ഇതിൻ്റെ റിട്ടേണിൽ കാണിച്ചിരിക്കുന്നത് 45.76 ലക്ഷത്തിന് മാത്രമാണ് എന്നുള്ളതാണ്. അതായത് ഈ 61 ലക്ഷം, ശേഷിക്കുന്ന ഈ 61 ലക്ഷം രൂപ ബോർഡിൻ്റെ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അതായത് അടിമുടി വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ഇതിലടക്കമുണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ക്രമക്കേടിന് വഴിയൊരുക്കുന്നത് കൂടിയായിരുന്നു അയ്യപ്പ സംഗമം എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2.8 ലക്ഷത്തിൻ്റെ കേബിളിംഗ് വർക്കുകൾ ബില്ലിലുണ്ട്. എന്നാൽ അത് നടന്നതായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നു. അതായത് അടിമുടി അവ്യക്തത തന്നെയാണ് അയ്യപ്പ സംഗമത്തിലും ഉള്ളത്.